പ്രവാചകൻ പറഞ്ഞ ഒരു വാക്യം ഞാൻ പറഞ്ഞത്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. നേരം വെളുത്തിട്ട് ഒരു സമയം പോലും ബൈബിള് തുറക്കാതിരുന്നിട്ട് ഈ രാത്രി പ്രാർത്ഥിക്കുന്നവന്റെ, കിടക്കാൻ പോകുമ്പോ പ്രാർത്ഥിക്കുന്നവന് കിട്ടുന്ന കുഴപ്പം വരും. അല്ല, ഹൃദയപൂർവം എന്നോട് ഇരിക്കാതെ കിടക്കാൻ സമയത്തിന് വന്ന് എന്ത് ചെയ്യാണ്? എല്ലാ ജോലിയും തീർത്തിട്ട് കിടക്കാൻ പോവുകയാണ്. അപ്പോഴും വന്നൊരു മുറയിടക്കം. ഇവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. എടാ, നേരത്തെ സമയമുണ്ട് നിനക്ക്. രാവിലെ എണീറ്റപ്പോ ഒരു അധ്യായം വായിക്കായി, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് സമയമുണ്ട്, വൈകുന്നേരത്ത് സമയമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥന. കിടക്കയിലിരുന്ന ഇവിടെ വായിച്ച 14 വാക്യം. എന്നാ ഇവര് ഹൃദയപൂർവ്വം അല്ല, പൂർണ്ണ ഹൃദയത്തോടെ അല്ല ഇവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഇവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനും കഴിയില്ല. ചിലർ പറയും ഞങ്ങള് രാത്രി എണീറ്റിരുന്ന് എന്ത് ചെയ്തോളൂ എന്ന്. എടാ, പകലുള്ള ദുഷ്ടത്തരവും ചെയ്ത് കൊള്ള കളികളിൽ പറഞ്ഞ് കൊള്ള പൊട്ടച്ചെല്ലും കളിവാക്കും എല്ലാം പറഞ്ഞ് എല്ലാവരോടും കളി കാണിച്ചിട്ട് പറയുകയാണ് ഞാൻ രാത്രി എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പകൽ ഒരു നേരം പോലും ദൈവമുഖത്തേക്ക് നോക്കാൻ ഇവർക്ക്. നിങ്ങൾക്ക് മനസ്സിലായ? യോബ് പറയുന്ന നേരം വെളുത്ത രാത്രിയായ നേരം വെളുക്കണത്. എപ്പോഴും എനിക്ക് ഉരുളക്കവും പ്രാർത്ഥനയും തന്നെ നേരവും. ഞാൻ ഒരു നേരം വായ അടച്ചിട്ടില്ല. മനപ്പീഡ കൊണ്ട്, എന്റെ സങ്കടം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചോണ്ടേയിരിക്കുന്നു, ദൈവത്തോട് പറഞ്ഞോണ്ടേയിരിക്കുന്നു. ഇവിടെ നമുക്ക് എത്ര കഷ്ടം വന്നാലും, എത്ര പ്രതികൂലം വന്നാലും, എത്ര കണ്ണുനീര് വന്നാലും രാത്രി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വരികടാ, ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കുക. അപ്പം വരുമ്പോ മക്കൾ ഉറങ്ങിക്കഴിയും. അടിച്ചളക്കിയിട്ട് മക്കളെ അപ്പം വന്നിരുന്ന് എന്ത് ചെയ്തോണ്ടിരിക്കും? മക്കളെടാ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങൾ മനസ്സിലായ? വായിച്ചോ അവിടെ ബാക്കിയുടെ കാര്യം. അങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അപ്പനും മക്കളും എന്തിനാ? വ്യാജ നിമിത്തം പ്രാർത്ഥിക്കണം, ഒന്നിച്ചു കൂടിയിരിക്കണം. ഇതല്ല യോബ് ചെയ്തത്. യോബ് രാവും പകലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നോക്ക്, അല്ല ബോബസ് രൂത്തിനോട് പറയുകയാണ്. രൂത്ത് കുളിച്ചൊരുങ്ങി ബോബസിന്റെ കാൽച്ചുവട്ടിൽ കഴിഞ്ഞു. അർദ്ധരാത്രിയിൽ. എപ്പോഴേ? അതുവരെ അവൾ എവിടെയായിരുന്നു? വൈകുന്നേരത്ത് കയറിയ പ്രാർത്ഥനയ്ക്ക് കയറിയവൾ അർദ്ധരാത്രി വരെ എവിടെയായിരുന്നു? ബോബസിന്റെ കാൽച്ചുവട്ടിലായിരുന്നു. അവള് വെളിയിൽ നടക്കണ ഒരു കാര്യവും അറിഞ്ഞോ? നമ്മൾ രാവിലെ വൈകുന്നേരം സൂര്യാസ്തമിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കാൻ കയറി. എന്തൊക്കെ അറിയും? ഭർത്താവ് വരുന്നത് അറിയും, മക്കൾ വരുന്നത് അറിയും, മീന് തിളക്കണത് അറിയും. അവളൊന്നും അറിഞ്ഞില്ല. അർദ്ധരാത്രി വരെ അവൾ എന്ത് ചെയ്തിട്ടില്ല? ബോബസിന്റെ കാൽച്ചുവട്ടിൽ നിന്ന് അവൾ പോയിട്ടില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് സഭയില്? ഹലോ, ആ അർദ്ധരാത്രി ബോബസ് ഞെട്ടി എണീറ്റു. അപ്പോഴാണ് തന്റെ കാൽച്ചുവട്ടിൽ ഒരുത്തി കിടക്കണ കാര്യം കണ്ടു. വായിച്ചേ. നോക്കണമേ,
ബോബസ് അപ്പോഴാണ് ഞെട്ടിത്തിരിഞ്ഞ് കാണുന്നത്. അപ്പോഴവള് മൗനമായിരുന്നു, തന്നെ പ്രാർത്ഥിച്ചോണ്ടിരുന്നത്. അതാ കിടന്ന് നിലവിളിച്ച, അതോ കിടന്ന് അലറിയോ, മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കിയോ? ഇതാ കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞത്, നീ അറയിൽ കടന്ന് രഹസ്യത്തിൽ നിന്നെ കാണുന്ന പിതാവിനോട്. അടുത്ത് കിടന്ന ബോബസ് പോലും എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല ഇങ്ങനെ ഒരുത്തി വന്ന് ഇവിടെ ഇരിക്കണ കാര്യം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവങ്ങളെ, കുറച്ച് പ്രാർത്ഥിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, കുറച്ച് ആരാധിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ വേദപുസ്തകത്തിൽ പഠിക്കണം. എവിടെയൊക്കെയാണ് നമ്മൾ സൈലന്റായി പ്രാർത്ഥിക്കേണ്ടതെന്നുണ്ട്, അതും നിങ്ങൾ പഠിക്കണം. വലിയ കാറ്റും തിരമാലയും വന്നപ്പോ കർത്താവ് നിലവിളിച്ചല്ലേ ചെയ്ത്, സൈലന്റായിട്ട് മലയിൽ കയറിയിരുന്ന് എന്ത് ചെയ്തു? ഹല്ലേലൂയ. എന്നാൽ ലാസറിന്റെ കല്ലറയിൽ ചെന്നപ്പോ എന്ത് ചെയ്തു? ഉറക്കെ വിളിച്ചു. എന്താണ് അങ്ങനെ വിളിച്ചത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മഹാകാകളധ്വനിയോടും കൂടി വന്നാല് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. തന്നെ. അപ്പൊ ഏത് സ്ഥലത്ത് എന്ത് ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. വായിച്ചോ രൂത്തിന്റെ പുസ്തകത്തില്. എടാ, നിന്റെ പുതപ്പ് എന്റെ മേലിടണം, നീ എന്റെ വീണ്ടെടുപ്പുകാരനാണ്, നീ എന്റെ അടുത്ത ചാർച്ചക്കാരനാണ്. മനസ്സിലായ? നീ എന്റെ വീണ്ടെടുക്കാൻ മൊത്തം നീ എന്റെ ധനികനാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഞാൻ നഷ്ടപ്പെട്ടിട്ടാ വന്ന മോവാബ് എന്ന് പറഞ്ഞ ദേശത്ത് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ വരുമ്പോൾ എനിക്ക് ഭർത്താവ് ഇല്ല, മക്കളോനില്ല, എന്റെ കൂടെ ഇപ്പൊ ഒരു അമ്മായിയമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് നഷ്ടപ്പെട്ട എന്തെല്ലാം, അമ്മാവൻ നഷ്ടപ്പെട്ടു, ഒരു സഹോദരൻ നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു. ഇതെല്ലാം വീണ്ടെടുത്ത് തരാൻ നിനക്ക് കഴിയും. മനസ്സിലായ? നിനക്ക് കഴിയും. അടുത്ത വാക്യം. നോക്കണമേ, നിന്റെ ആവശ്യത്തിന് വേണ്ടി നീ ആരെയൊക്കെ പിന്തുടർന്നിട്ടില്ല? ദരിദ്രന്മാരെയും പിന്തുടർന്നില്ല, ഈ ഭൂമിയിലുള്ള ധനവാന്മാരെയും ബാല്യക്കാരെയും പിന്തുടർന്നില്ല. നമ്മൾ പിന്തുടർന്ന് അവരെ പിന്തുടരും. 100 രൂപയ്ക്ക് ആവശ്യം വന്ന ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആരേലും പൈസ ഉണ്ടോ അവരെ വീട്ടിൽ ചെന്ന് പിടികിട്ടിയ ആരേലും പൈസ ഉണ്ടോ നമ്മൾ തിരക്കും. എനിക്കിപ്പോ 500 രൂപയ്ക്ക് ആവശ്യമുണ്ട്, ആരേലും പൈസ ഉണ്ട്, അവരെ പുറകെ നമ്മൾ വാലും ചുരുട്ടി. അതുകൊണ്ട് ഇവരുടെയൊക്കെ ഒരുത്തന്റെ കട ഒരിക്കലും തീരെയില്ല. എടാ, നിനക്ക് ആവശ്യമുള്ളതിന് നീ ആരെ മുമ്പിൽ ആദ്യം മുട്ടുമടക്കണം? ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കണം. വായിച്ചോ. കണ്ട, അങ്ങനെ വന്നപ്പോൾ ആദ്യത്തേനേക്കാൾ ഒടുവിലുള്ള ദയ വലുതായിരിക്കും, അനുഗ്രഹം വലുതായിരിക്കും. യോബിന്റെ ജീവിതത്തിൽ അതല്ലേ സംഭവിച്ചത്? ആദ്യത്തേനേക്കാൾ അനുഗ്രഹം വലുതല്ലേ, ദയ വലുതല്ലേ, കരുണ വലുതല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ഇതിന്റെ ഇടയിൽ ഒന്ന് ഞാൻ കയറി ചോദിച്ചോട്ടെ, യോബിനെ കരുണ കാണിച്ചപ്പോ ആദ്യം ദൈവം ചെയ്ത കരുണ എന്താണ്? യോബിനെ ആദ്യം ചെയ്ത കരുണ പറ. യോബിന്റെ പുസ്തകം 42 അധ്യായം ഇപ്പോഴാണ് പലരും തപ്പുന്നത്. തപ്പിയാലും നിങ്ങൾക്കത് കണ്ടുകെട്ടാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ തപ്പുന്നത് ഭൗതിക നന്മയിലായിരിക്കും, ഞാൻ തപ്പുന്നത് അതല്ല.
ഹല്ലേലൂയ, സ്തോത്രം. പറ, യോബിന് ദൈവം ആദ്യം ചെയ്ത അനുഗ്രഹം. യോബ് പറയുകയാണ് ദൈവത്തോട്, ഞാൻ ഇത്ര കഷ്ടത അനുഭവിച്ചിട്ട് ഞാൻ നിന്നെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ നിന്നെ നേരിട്ട് കാണാൻ കഴിയാൻ ശക്തമായ ദർശനം ദൈവത്തിൽ നിന്ന് അവൻ പ്രാപിച്ചു, അല്ലേ? ശക്തമായ ദൈവിക സാന്നിധ്യം അവൻ അനുഭവിച്ചു. ഇന്ന് പകൽക്കാലം പ്രിയതങ്ങളെ, ഈ ഉപവാസ പ്രാർത്ഥന അങ്ങനെ ഒരു സാന്നിധ്യം അനുഭവിച്ചാലേ അടുത്ത അനുഗ്രഹങ്ങൾ കിട്ടൂ. ഇല്ലാതെ ഇത് കിട്ടണതിന് മുമ്പേ ഇരട്ടി വെട്ടിയ മുഖം ആദരിച്ച ഇതല്ലേ ആദ്യം കിട്ടിയത്. അപ്പൊ ആദ്യം നമ്മൾ നേടേണ്ട ഇത് തന്നെ, ശക്തമായ ദൈവിക സാന്നിധ്യം തന്നെ. ഇനി രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വാ. നീ കണ്ട, ആകയാൽ മകളെ ഭയപ്പെടേണ്ട. കാരണം നീ ആരെ പിന്തുടർന്നിട്ടില്ല. ദരിദ്രനെ പിന്തുടർന്നില്ല, ബാല്യക്കാരനെ പിന്തുടർന്നില്ല, ധനവാനെ പിന്തുടർന്നില്ല. നീ പിന്തുടർന്ന എന്നെയാ. അതുകൊണ്ട് നീ ചോദിച്ചതൊക്കെയും ഞാൻ നിനക്ക് ചെയ്തു തരും. നീ എന്ത് ചോദിക്കുന്നോ അത് ഞാൻ നിനക്ക് ചെയ്തു തരും. അടുത്ത കണ്ട, രണ്ടാമത്തെ പോയിന്റ് കണ്ട, ചെയ്തു കൊടുക്കേണ്ട. കാരണം നീ ഇതിന്റെ വീട്ടിൽ കിടന്ന് അടിയുണ്ടാക്കണവളല്ല, നിന്റെ വീട്ടിനകത്തെ പ്രശ്നക്കാരിയല്ല, നിന്റെ വീട്ടിനകത്ത് എത്ര പേരുണ്ട് അവരെ ഭരിക്കുന്നവളല്ല, അവർക്കെല്ലാം കീഴടങ്ങിയിരിക്കുന്നവളെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട്. ഇത് ചിലരാണെങ്കിൽ വീട്ടിനകത്ത് കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട്, അല്ലേ, ഉത്തമ സ്ത്രീ എന്നാണ് പറയുക. കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചോണ്ടന്നെ ഉത്തമ സ്ത്രീ ആവുമോ? പറ. വീട്ടിനകത്ത് വഴക്കുണ്ടാക്കിയിട്ട് കുറെ നേരം ഒരു 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തമ സ്ത്രീ ആവുമോ? അവൾക്ക് കിട്ടിയ പേര് വഴക്കാളി, വായാടി എന്നുള്ള പേര്, ആ പേര് നിലനിൽക്കും. നീ ഉത്തമ സ്ത്രീ എന്ന് പട്ടണക്കാരെല്ലാം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ സഭയിൽ വരുന്ന സഹോദരിമാരെ കുറിച്ച് എത്ര പേരെ കുറിച്ച് പറയും അങ്ങനെ ഒരു വാക്ക്? സഹോദരന്മാരെ കുറിച്ച് എത്ര പേരെ കുറിച്ച് പറയും അങ്ങനെ ഒരു വാക്ക്? പട്ടണക്കാരെല്ലാം നീ ഉത്തമ സ്ത്രീ എന്ന് പറയുന്നു. അടുത്ത, ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളത് സത്യം തന്നെ. അവിടെയാണ് പോയിന്റ്. എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്. പിടികിട്ടിയ? അടുത്ത ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്. അവൻ വീണ്ടെടുത്തില്ലെങ്കിൽ എനിക്ക് നിന്നെ വീണ്ടെടുക്കാൻ പറ്റും. പക്ഷെ അവൻ വീണ്ടെടുക്കൂല. 4:1 ആയത്. കണ്ട, അവനെ ബോബസ് വിളിച്ച രീതി കണ്ട. എടോ ഇവിടെ വന്നിരിക്ക. അപ്പൊ ഇവളെ വീണ്ടെടുപ്പുകാരൻ ആരായിരിക്കും? ഇവളെ അടുത്ത് വീണ്ടെടുക്കേണ്ട വ്യക്തി ആരായിരിക്കും? അവിടെ നിന്ന് വന്നതിൽ കുറെ ദേവന്മാരുണ്ടല്ല, അതിലാരെങ്കിലും ആയിരിക്കും. മനസ്സിലായ? ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വിളിക്കണേ, എടോ ഇവിടെ വന്നിരിക്ക, ഇവളെ വീണ്ടെടുക്കണം. അവൻ പറഞ്ഞ വാക്ക് അതിന്റെ 6-ാം വാക്യം, 4:6 ഒന്ന് വായിച്ച. അവൻ പറയാണ് എനിക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല. കണ്ട, എങ്കിൽ അവന്റെ അവകാശം നഷ്ടമാകും.
അവൻ വീണ്ടെടുക്കണമെങ്കിൽ അവന്റെ അവകാശം, അപ്പൊ അവന്റെ അവകാശം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളെ വീണ്ടെടുക്കാൻ കർത്താവല്ലാതെ വേറൊരാളില്ല. നിങ്ങൾ ഇത് എന്തെങ്കിലും ഇതൊക്കെ വായിച്ച് ഒന്ന് ഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മുടെ കർത്താവിന്റെ തിരുശരീരം വാങ്ങി തിന്നുമ്പോഴേ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് തന്റെ ശരീരത്തിലേറ്റ പങ്കപ്പാടിനെ കുറിച്ച്, ആ വേദനയെ കുറിച്ച്. ഞായറാഴ്ചത്തെ ദിവസം ഇവിടെ വന്നിരുന്ന 2.5 മണിക്കൂർ തള്ളിവിട്ടിട്ട് ഓടി ഇരച്ച് വെളിയിൽ പോയി തന്റെ ജോലികൾ ചെയ്ത് സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ഓടുമ്പോൾ ഈ ഭാഗം നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. എന്റെ അവകാശം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ ഒക്കില്ല, വീണ്ടെടുക്കാൻ കഴിയില്ല. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം ഒരു വാക്യം വായിച്ചോ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന 6 തൊട്ട് ഒന്ന് വായിച്ചേ. അവൻ ദൈവരൂപത്തിലിരിക്കെ, കണ്ടോ, ദൈവത്തോടുള്ള സമത്വം നഷ്ടപ്പെടുത്തിയിട്ടാ ഇറങ്ങി വന്നത്. ഇന്ന് ഒരു ദിവസത്തെ ശമ്പളം നഷ്ടപ്പെടുത്താൻ നമ്മൾ എന്തുമാത്രം വാസപ്രാർത്ഥനയ്ക്ക് ഒരു ദിവസത്തെ ശമ്പളം, അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് ഒരു നൂലുകെട്ട്, ഒരു പാല് കാച്ച്, അവിടെ പെയ്യില്ലെങ്കിൽ അവരുടെ മുഖം കറുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുഖം കറുക്കാതിരിക്കാൻ ഈ ദൈവത്തിന്റെ സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നവൻ താഴെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അനുഭവിച്ചതിന്റെ എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് ഇന്നത്തെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നുണ്ടോ? അവൻ സമത്വം, ഇതാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തത്. കുടുംബത്തിനകത്ത് ഒന്ന് മതി അനേകരുടെ നന്മ. ഇന്ന് ജോലിക്ക് പോയില്ലേ, ഇന്ന് ഉപജീവന മാർഗത്തിന് കൊട്ടിഘോഷിച്ച് പെയ്യില്ലേ, ആ ഒന്ന് മതി, ആ ഒരെണ്ണം വീട്ടിനകത്തുള്ള സകല നന്മയും, ഈ 2025 അനുഭവിക്കേണ്ട സകല നന്മയും മുടക്കാൻ. കാരണം എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ വേണ്ടി സ്വർഗത്തിലെ സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ വായിച്ചോ നോക്കണമേ. അത് എങ്ങനെ വന്നു? എല്ലാവരെയും ദാസനായിട്ട്, അല്ലെ? വചനം പറയുന്നു, ഞാൻ ശുശ്രൂഷ ഏൽക്കാൻ വന്നവനല്ല, അനേകർക്ക് ശുശ്രൂഷ ചെയ്യാനും മറുവിലയായി എന്നെ കൊടുക്കാനും ഈ സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ താഴെ ഇറങ്ങി വന്നവൻ. അതിന്റെ എന്തെങ്കിലും ഒരു അംശം ഈ സ്നാനപ്പെട്ട വിശ്വാസികൾക്കുണ്ടെങ്കിൽ ഇന്ന് ജോലിക്ക് പോകുവാനുള്ളതാണ്. പറ, നിന്നെ സമത്വമാക്കാൻ ദാസരൂപമെടുത്ത് ദാസനായി തീർന്ന, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, സകലതിലും അനുസരണയുള്ളവനായി, ക്രൂശിലെ മരണത്തോളം അനുസരിച്ച ആ കർത്താവിനെ എന്നെങ്കിലും ഒരു നാൾ ഹൃദയം തുറന്ന് സ്മരിക്കുന്ന ഒരു വ്യക്തി ഇന്നത്തെ ദിവസം എവിടെ പോവില്ല. അല്ലെ? തിരുവചനം അങ്ങനെയല്ലേ വായിച്ചത്? എന്താക്കി വയലെ തന്നെത്താൻ ഒഴിച്ചു, തന്റെ ശരീരത്തിലെ രക്തവും വെള്ളവും നമുക്ക് വേണ്ടി ഒഴിച്ചു. അവനെ മരിച്ചോ എന്ന പടയാളികൾ കുത്തിയപ്പോൾ അവന്റെ വിലാപ്പുറത്തുനിന്ന് വെള്ളവും രക്തവും, ഇനി അതിനകത്ത് എന്തില്ല? വെള്ളവുമില്ല, രക്തവുമില്ല, അതെല്ലാം ഒഴിച്ചു തന്നു. നമ്മൾ അല്പ നന്മയ്ക്ക് വേണ്ടി
നിങ്ങൾ ആരെങ്കിലും രക്തം നഷ്ടപ്പെട്ടിട്ട് രക്തം അടയ്ക്കാൻ പോയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടാലും നിങ്ങൾ ഇതിന്റെയൊക്കെ വേദന അറിയും. ധിക്കരിച്ചിട്ട് ദൈവാലയത്തിന്റെ ആരാധന മുടക്കിയിട്ട് ഓടുന്നില്ലേ, അത് അന്നറിയും. തന്നെത്താൻ ഒഴിച്ച് അവര് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. ഇന്ന് താഴ്മയൊന്നുമില്ല. പാസയ്ക്ക് അങ്ങനെയൊക്കെ പറയാം, അപ്പൻ അങ്ങനെ പറയാം, അമ്മയ്ക്ക് അങ്ങനെ പറയാം. നമുക്ക് കിട്ടേണ്ടത് മാസത്തിൽ എത്രയാണ്? 10,000 രൂപ ഒരാളിന് ശമ്പളം കിട്ടിയ ഒരു ദിവസം എത്ര രൂപയായി? 300 രൂപ. ഇതാണ് ഞങ്ങൾക്ക് വലുത്. പാസയ്ക്ക് അങ്ങനെ പറയാം, ഇങ്ങനെ പറയാം. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ ഒഴിച്ച് എങ്ങനെ മരണത്തോളം. എന്തിനു വേണ്ടി പറ? എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ഇത് എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയാ ഇത് ചെയ്തത്? നമ്മളെ ചാർച്ചക്കാരനാവായി. കാരണം നമ്മളെ വീണ്ടെടുക്കണമെങ്കിലേ നമ്മളെ ചാർച്ചക്കാരനായാലേ പറ്റൂ. നമ്മളെ ബന്ധുവാകാൻ. വായിച്ചിട്ടുണ്ട് അത് എവിടെ കിടക്കണം എന്നാ? ദൈവമക്കള് വായിച്ചിട്ടുണ്ടാ? എബ്രായ ലേഖനം 2:11 ആയത്. എന്തായി? ഹല്ലേലൂയ. യോഹന്നാൻ നല്ലതുപോലെ പറഞ്ഞു, നിന്നാൽ സ്നാനപ്പെടേണ്ട ഞാൻ. നിന്റെ ചെരുപ്പിന്റെ വാറ് പോലും അഴിക്കാൻ എനിക്ക് എന്തില്ല, യോഗ്യതയില്ല. പക്ഷെ അങ്ങനെ കർത്താവ് മാറിയെന്നെങ്കിൽ സഹോദരനാവോ? ആവോ? സഹോദരനാണ് വീണ്ടെടുക്കാൻ, ചാർച്ചക്കാരനാകണം. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു. ഇവിടെ കർത്താവ് നമ്മുടെ ചാർച്ചക്കാരനായി മാറി, നമ്മുടെ സഹോദരനായി മാറി നമ്മെ വീണ്ടെടുക്കാൻ. മറ്റവൻ പറഞ്ഞാട്ടാ രൂത്തിനോട്, എന്റെ അവകാശം നഷ്ടമായി പോകും. ഇവിടെ കർത്താവ് തന്റെ അവകാശത്തെ നഷ്ടപ്പെടുത്തി, സ്വർഗീയ മഹിമകളെ നഷ്ടപ്പെടുത്തി, സ്വർഗത്തിലുണ്ടായിരുന്ന സന്തോഷത്തെ നഷ്ടപ്പെടുത്തി, തന്റെ അവകാശം മുഴുവനും നഷ്ടപ്പെടുത്തി മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മെ വീണ്ടെടുക്കാൻ പിടികിട്ടിയോ പ്രിയ ദൈവമക്കളെ? നമ്മുടെ കർത്താവ് അനുഭവിച്ച പങ്കപ്പാട്, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് തീർന്നോ? നമ്മളെ കുറ്റം ആരെങ്കിലും വിധിച്ചാൽ, റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 27 തൊട്ട് 28 തൊട്ട് ആയത്. കേട്ടാ, നമ്മളെ ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് നമ്മളെ പരിശോധിച്ചു കൊണ്ടേയിരിക്കും ആത്മാവ്. ഇത് കണ്ടാണ് പലപ്പോഴും പലരും ആലയത്തിൽ വന്നിട്ട് പല വിക്രിയകളും കാണിച്ചിട്ട് അനുഗ്രഹിക്കപ്പെടാത്തത്. പക്ഷെ ആത്മാവ് നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെ ചിന്തകളെ എന്ത് ചെയ്യും? വിവേചിക്കും. ആലയത്തിൽ വന്ന ഉടനെ വിവേചിക്കും. ചിലർ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോ എനിക്ക് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണം, അതുവരെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യില്ല, കഴിയിട്ടില്ല. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണം, എന്റെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം, ഈ ചിന്തയോടെ വരും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ വിഷയത്തിന് എന്തില്ല. കാര്യം ദൈവം ഈ ചിന്തകളെ നേരത്തെ തന്നെ വിവേചിച്ചു. പിടികിട്ടിയ? ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നിന്റെ ചിന്ത മാറ്റിയിട്ട് ദൈവത്തെ സ്നേഹിച്ചിട്ട് വാ. സ്നേഹിര്. എങ്ങനെ സ്നേഹിക്കണം? ഭർത്താവായി സ്നേഹിക്കണം,
സഹോദരനായി സ്നേഹിക്കണം, അപ്പനായി സ്നേഹിക്കണം. ഭർത്താവാകേണ്ട സ്ഥലത്ത് കർത്താവ് ഭർത്താവാകും, അപ്പനാകേണ്ട സ്ഥലത്ത് കർത്താവ് അപ്പനാകും, സഹോദരനാകേണ്ട അനർത്ഥകാലത്തിൽ സഹോദരനായി മാറും, സഹോദരനാകും, ആശ്വാസം തരേണ്ട സ്ഥലത്ത് അമ്മയായി മാറും. അപ്പൊ എന്തു പറഞ്ഞു? ആശ്വാസം കിട്ടാതിരിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവിനെ അമ്മയായി കണ്ടുകൊണ്ട് സ്നേഹിച്ചു നീ വാ. നിനക്ക് നന്മ കിട്ടാതിരിക്കുമ്പോ നീ ആരെന്ന് എടുത്തു പറഞ്ഞ അപ്പനായി വാ. നിനക്ക് സംരക്ഷണം കിട്ടാതിരിക്കുമ്പോ നീ ഭർത്താവ് എന്ന് പറഞ്ഞു വാ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിൽ ഏത് രീതിയിലാണ് നീ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ വരണമെന്ന്? നീ വരുന്നതിന് മുമ്പേ നിന്റെ ചിന്തകളെ ദൈവം അറിയും. അടുത്ത കണ്ട, സകലതും നന്മയ്ക്കായി ദൈവം വ്യാപരിക്കും. അങ്ങനെ ചിന്തിച്ചിട്ട് വരികയാണെങ്കിൽ ഇന്നലെ ഈ കഴിഞ്ഞ ജനുവരി മാസവും ഈ ഫെബ്രുവരി മാസം തുടക്കത്തിലും നിങ്ങൾക്ക് വരുന്ന പ്രതികൂലങ്ങളെല്ലാം നന്മയാക്കി ദൈവം തീർക്കും, നന്മയാക്കി തീർക്കും. അടുത്ത കണ്ടോ, അനേക സഹോദരങ്ങൾക്ക് അത്യജാതനാകേണ്ടതിന് വിളിച്ചവരെ നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചവരെ തേജസ്വീകരിച്ചും. ഇവിടെ നടക്കണ പ്രക്രിയ കണ്ട. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ചെയ്തിട്ട് ദൈവം ചോദിക്കുകയാണ്, ദൈവം തെരഞ്ഞെടുത്തവരെ ആരുടെ കുറ്റം പറയും? നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്ന ആരുടെ? കഴിഞ്ഞ മാസം നിന്നെയൊക്കെ കുറ്റം വിധിച്ചില്ലേ? അവരോട് ദൈവം ചോദിക്കുന്ന ചോദ്യം. കഴിഞ്ഞ മാസത്ത് നിങ്ങളോട് വഴക്കുണ്ടാക്കിയില്ലേ? നിങ്ങളോട് പ്രതികൂലമുണ്ടാക്കിയില്ലേ? അവരോട് ദൈവം ചോദിക്കുന്ന ചോദ്യം. ദൈവം നീതീകരിച്ചവരെ ആര് കുറ്റം വിധിക്കും? പക്ഷെ നീ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം? ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇത് അപ്പുറം ഇപ്പുറം ചെന്നിരിക്കാൻ പോലും നമുക്ക് സമയമുണ്ട്, പക്ഷെ എന്തിനു സമയമില്ല? ബൈബിള് വായിക്കാൻ. ബൈബിൾ എടുക്കുമ്പോൾ ഉറക്കം വരും, ബൈബിൾ എടുക്കുമ്പോൾ കൊട്ടായി വിടും, ബൈബിൾ എടുക്കുമ്പോൾ ക്ഷീണം വരും. കാര്യം എന്താണെന്നറിയാം? പിശാച് ഉച്ചം തല മുതൽ ഉള്ളം കാല് വരെ പിടിച്ചെന്ത് ചെയ്തിരിക്കുകയാണ്? ഞെക്കി കെട്ടി 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 ഇനി ചാറ് മാത്രം വരിഞ്ഞ് കെട്ടിക്കഴിഞ്ഞു. ഇതിനകത്ത് ആർക്കും ചെയ്യാനില്ല, ലേവ്യനും ചെയ്യാനില്ല, പുരോഹിതനും ഒന്നും ചെയ്യാനില്ല. കാര്യം ബാക്കിയെല്ലാം മുറിച്ച് പിശാച് വെച്ച് കഴിഞ്ഞു. ഇനി ദൈവത്തിന് നേരിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ യെരൂശലേമിൽ നിന്ന് എപ്പോഴാണോ അവ യെരിഹോവിലേക്ക് ഇറങ്ങിയത്, അപ്പോഴേ കർത്താവിന് മനസ്സിലായി ഇവനെ പുരോഹിതനും ഇവനെ രക്ഷിക്കാൻ കഴിയില്ല, ലേവ്യനും രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കർത്താവും എന്ത് ചെയ്തു? അവിടെ നിന്ന് പുറപ്പെട്ടു. കർത്താവിന് അറിയാം ഇവൻ കള്ളന്റെ കയ്യിലാണ്. അതുകൊണ്ട് എണ്ണയും വേണം, വീഞ്ഞും വേണം, കെട്ടാനുള്ള എല്ലാം കർത്താവ് കയ്യിലെടുത്തു. കാരണം ഇവ പോണ പോക്കിൽ ഇവ അകപ്പെടും. അതിനുള്ള പോക്കാണ് ഇവ എന്ത് ചെയ്യുന്നത്? അതിനുള്ള പോക്ക് ഇവ തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെയാ? ബെത്സയിദയിലെ കുരുടൻ, അവന്റെ പ്രത്യേകത എന്താണ്? ബെത്സയിദയിലെ കുരുടൻ പറ. 3 കുരുടന്മാരെ കർത്താവ് സൗഖ്യമാക്കി. ഭർത്തിമായി, പിറവിയിലെ കുരുടായി, അമ്മയുടെ ഗർഭം മുതൽ കുരുടനായിരുന്നു അവനെ. അത് യോഹന്നാന്റെ സുവിശേഷം 9, ലൂക്കോസിന്റെ സുവിശേഷം 18. ബെത്സയിദയിലെ കുരുടായി മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22-ാം വാക്യം. അത് എന്താണ് കുഴപ്പം സംഭവിച്ചത്? അതിന് കാരണം എന്താണ്?
എന്താണ് കാരണം അതിന്? ബെത്സയിദ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ എത്ര സ്ഥലത്ത് വാക്യമുണ്ട്? എത്ര സ്ഥലത്ത് വാക്യമുണ്ട്? 7 സ്ഥലത്തുണ്ട്. മനസ്സിലായ? 7 സ്ഥലത്തിനുള്ള പ്രത്യേകത, ഒരിക്കലും മാനസാന്തരം പിടിക്കാത്ത ദേശത്താണ് ഇവ കിടക്കുന്നത്. കർത്താവ് എത്ര വീര്യപ്രവൃത്തി ചെയ്തിട്ടും അവ എന്ത് ചെയ്തിട്ടില്ല? മാനസാന്തരപ്പെട്ടില്ല. അതേപോലെയാണ് പല വീടുകളും. എത്രയൊക്കെ വീര്യപ്രവൃത്തി ചെയ്തിട്ടും ഒരു മാനസാന്തരവും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ഇനി ഊരിന്റെ പുറത്ത്, ഇന്ന് പലരും അങ്ങനെയാണ്, ഉപവാസ പ്രാർത്ഥന വന്നാലും വരില്ല. ഊരിന്റെ പുറത്താ, വീട്ടിനകത്ത് തന്നെ, പള്ളിക്കകത്ത് തന്നെ. പക്ഷെ എവിടെയാണ്? അവര് കാണൂല, സത്യമായിട്ട് കാണൂലേ? കാരണം ഇവർ ഇന്നും കിടക്കണം എവിടെ? ബെത്സയിദല്ല. എത്ര വീര്യപ്രവൃത്തി ചെയ്താലും ഇവർക്ക് എന്നില്ല. ഒരു മാനസാന്തരം ഇല്ല. നിങ്ങൾ വേദപുസ്തകത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സ്ഥലത്താ ഇതിൽ എത്തുണ്ട് ബെത്സയിദ എന്ന വാക്ക്. ആ 7 സ്ഥലവും നിങ്ങൾ പഠിച്ചു നോക്ക്. അപ്പൊ കിടക്കുന്നത് എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന സ്ഥലത്താണെങ്കിലും പക്ഷെ അവ എന്തല്ലോ മാനസാന്തരം. അതുകൊണ്ട് അവ എവിടെ കാണൂല? ഉപവാസ പ്രാർത്ഥനയ്ക്ക് എവിടെ കാണൂല? ലയത്തിൽ കാണൂലെന്തേ? അതുകൊണ്ട് എനിക്ക് ആശ്ചര്യമൊന്നുമില്ല ഇവരൊന്നും കാണാത്തതുണ്ട്. നമ്മള് വചനത്തിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കുകയല്ലേ, ആര് കാണും ആര് കാണൂല എന്ന്. ഈ പ്രവചനം എന്ന് പറയുന്നത് 31,173 വാക്യങ്ങളും പ്രവചനം തന്നെ. ദൈവവചനം കൂടാതെ ഒരു പ്രവചനവും വേദപുസ്തകത്തില് ഇല്ല. അപ്പൊ വേദപുസ്തകം വായിച്ചിട്ട് ആര് എങ്ങനെ പോകുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ ഈ സെക്ഷൻ ഞാൻ നിർത്തും. ഇയ്യോബിന് ഇത്രയും കഷ്ടത കൊടുത്തു. ഞാൻ ഇയ്യോബ് ആരെ മോനെന്ന് പറഞ്ഞു? കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 13-ാം വാക്യം. ആരമോയി? ഇസഹാക്കിന്റെ പുത്രനാണ്. അതിൽ എഴുതിയിട്ടുണ്ട് 3-ാമത്തെ മോൻ ജോബ്. വായിച്ചു നോക്ക്. കണ്ടാ ഉണ്ടാ? ഇത് ഇസഹാക്കിന്റെ അനുഗ്രഹം എന്താണ്? അപ്പ അനുഗ്രഹിച്ചത് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 17-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഇസഹാക്ക് 14-ാം വാക്യം. കണ്ട അവ എങ്ങനെയുള്ള കഴുത? എത്ര ഭാരം വന്നാലും ചുമക്കാൻ വേഗമുള്ള കഴുത. ചുമ്മാലോ ഭാരം കൊടുത്തത് ദൈവം. പത്രോസിന്റെ അടുത്ത് പറഞ്ഞ് തന്നെ മാറ്റിക്കളയാൻ ദൈവം അനുവാദം ചോദിച്ചു, ഞാൻ വിട്ടുകൊടുത്തില്ല. പക്ഷെ ഇവിടെ അസ്ഥിബലമുള്ള കഴുത. എത്ര ഭാരം എടുത്തു പോയി, എത്ര വേദനയെ പോയി. ചുമക്കാൻ കഴിവുണ്ടെന്ന് അയ്യോബിന്. ഹല്ലേലൂയ, സ്തോത്രം. ചുമന്നിരുന്നാലും അവൻ വിശ്രമം എവിടെ ആയിരിക്കും? വായിച്ചോ. കാരണം അവൻ നല്ല വിശ്രമത്തിൽ കിടക്കും. എത്ര ഭാരം ചുമന്നാലും. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന് മോശ അനുഗ്രഹിച്ചതൊന്ന് വായിച്ചു. ആവർത്തന പുസ്തകം 33:17. പതിനെട്ടാം വാക്യം. സെബൂണിനും ഇസ്സാഖാറിനും ഒരേ അനുഗ്രഹം പറഞ്ഞിരിക്കുകയാണ്. വായിച്ചോ.
യശായാവിന്റെ കാര്യമായിരുന്നു. കണ്ടാ, എത്ര ഭാരം വന്നാലും അവന്റെ വീട് എങ്ങനെയായിരിക്കും? സന്തോഷിച്ചില്ലേ അവന്റെ വീട്? സന്തോഷം ഉണ്ടായ? ഇന്നല്ലേ ഇത് കണ്ടത്? ഇതിനു മുമ്പേ കണ്ട ഇത്? അല്ലേ? ഇന്നല്ലേ ഈ വാക്യം കണ്ടത്? ഹല്ലേലൂയ, സ്തോത്രം. എത്ര ഭാരം വന്നാലും ചുമക്കാൻ കഴുത്തുള്ള അസ്ഥിബലമുള്ള ഒരു കഴുതയാണ് ഇയ്യോബ്. ദൈവത്തിനറിയാം എന്ത് ഭാരമോ വെക്കട്ടെ, എന്ത് വേദനയോ വെക്കട്ടെ, അവൻ ചുമക്കും, തള്ളി പറയില്ല. അതുകൊണ്ടാ ഇയ്യോബ് പറഞ്ഞത്, എന്നെ കൊന്നാലും. യോബിന്റെ പുസ്തകം 13:9-15 അത് വായിച്ച. യോബിന്റെ പുസ്തകം 13:15. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ യോബിന്റെ പ്രസ്താവന. കാരണം ഇതാ കാര്യം, എനിക്ക് താങ്ങാനുള്ള കരുത്തുണ്ടെന്ന്, എന്റെ ദൈവം എനിക്ക് ബലം തന്നെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ താങ്ങും. എന്നെ കൊല്ലട്ടെ, ഞാൻ കാത്തിരിക്കും. പക്ഷെ ആ മരിക്കുന്നത് വരെ എന്റെ നടപ്പ് ഞാൻ അവന്റെ മുമ്പിൽ തെളിയിക്കും. അതിന് കാരണം ഇയ്യോബിന് ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടെന്ന് ഇയ്യോബിന് അറിയാമായിരുന്നു. നമുക്ക് ഇല്ലാത്ത അത് തന്നെ. നമുക്കൊരു അറിവും പുതിയ നിയമത്തിൽ കർത്താവിനെ നേരിട്ട് കണ്ടിട്ട് നമുക്ക് എന്തില്ല, ഒരറിവുമില്ല ഇങ്ങനെ ഒരാളുണ്ടെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിനെ അറിയണം. കർത്താവ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു, സത്യദൈവം. എന്താണ് സത്യദൈവം? പുതിയ നിയമത്തിൽ പറഞ്ഞത് എന്താണ്? ഏക സത്യദൈവമായ ക്രിസ്തുവിനെയോ അവനയച്ച പിതാവിനെയോ അറിയുന്നത് തന്നെ നിത്യജീവൻ. ഏക സത്യദൈവം, ഒറ്റ സത്യദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ അറിയുന്നത് തന്നെ നിത്യജീവൻ. ഇതിനെ ഒന്ന് അറിയും. യോഹന്നാന്റെ സുവിശേഷം 17:3 വാക്യമാണത്. ഏക സത്യ ദൈവമായ നിന്നെയും അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. വേദപുസ്തകം അറിയും. ഇയ്യോബിന് അറിവുണ്ടായിരുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. എന്റെ ഈ കഷ്ടങ്ങളിൽ നിന്നല്ല എന്നെ വീണ്ടെടുക്കുന്ന വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഇന്ന് തൊട്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക. കഷ്ടങ്ങളങ്ങോട്ട് നിരത്തി വെച്ചിട്ട് പ്രാർത്ഥിക്കുക.